നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി. പാലിയേക്കരയിലെ ടോൾ നിരക്ക് വെള്ളിയാഴ്ച വരെ തുടരും. നിരക്ക് കുറച്ചുകൂടെയെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. മേഖലയിലെ അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്ന കനത്ത ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 6-നാണ് ഹൈക്കോടതി മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത 544-ലെ പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞത്. ആദ്യം 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് സ്റ്റേ ചെയ്തതെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിലായി നീട്ടുകയായിരുന്നു. കൊരട്ടി, പുതുക്കാട്, മുരിങ്ങൂർ, ചിറങ്ങര, പേരാമ്പ്ര എന്നിങ്ങനെ 5 സ്ഥലങ്ങളിലാണ് അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കുണ്ടായിരുന്നത്. ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം കിടന്നു പറയുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പലതവണ ഹൈക്കോടതി ഉൾപ്പെടെ സംഭവത്തിൽ മുൻപും ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ എത്ര വിമർശിച്ചിട്ടും താക്കീത് നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള കടുത്ത തീരുമാനം ഹൈക്കോടതി കൈക്കൊണ്ടത്. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സർവീസ് റോഡുകൾ ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നും പ്രശ്നം പരിഹരിച്ച് 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.